എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ റാണിയെ ഇതൊന്ന് അണിയിപ്പിച്ച് വരുത്തിയിട്ട് അവിടെ ഒരു വരവുണ്ടായിരുന്നു. നല്ല BGM ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ ഒടുക്കത്തിൽ അത് സുരാജ് വെഞ്ഞാറ മോഡലിൻ്റെ ആ ഒരു ഫ്ലോ ആയി പോയി. ഡോറ് തുറക്കാൻ പറ്റിയില്ല. ഞാനേ മോൾക്കൊരു ഡ്രസ്സ് തയ്ക്കുന്നുണ്ട്. ചെറിയൊരു മോഡലാണ്. നെക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇതിൽ അളവുകളൊന്നും പറയുന്നില്ല. ചെറിയൊരു മോഡൽ മാത്രമായിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ. അളവുകളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലുള്ള അളവ് തന്നെ ആയിരിക്കും. മോളുടേതിൽ മാറ്റമൊന്നും ഇല്ലാണ്ട് ഇല്ല. ഓക്കെ, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ ഒരേപോലെ തന്നെയാണ് നെക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഓക്കെ. ഇനി ഇതാണ് ക്ലോത്ത്. ഈ ക്ലോത്തിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിത് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യുന്നില്ല. കാരണം അത് കോട്ടൻ്റെ ക്ലോത്ത് അല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടും വേറെ വേറെയാണ് കുറച്ച് ലൂസ് ആക്കിയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ച് കട്ട് ചെയ്യുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗമാണത്. സ്കേർട്ടിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഭാഗത്തേക്ക് ഒരു 22 ഇഞ്ച് വീതി. 22 മീൻ അതിൻ്റെ താഴത്തെ ഭാഗം, അതായത് താഴെ വന്നത് നമ്മുടെ ബോഡിയുടെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് വന്നത് 5.5 ഇഞ്ചായിരുന്നു ഞാൻ താഴെ ഭാഗത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു താഴെ ഭാഗത്ത് ഞാൻ 5.5 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിൾ എന്നുള്ള രീതിയിൽ 11 ഇഞ്ച് വരും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട്. ഇങ്ങനെ ടോട്ടൽ ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ 11 ഇഞ്ചായിട്ട് വരും. മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും 11 ഇഞ്ചായിട്ട് വരും. ഈ 11ൻ്റെ ഡബിൾ എന്നുള്ള രീതിയിൽ 22 ഇഞ്ചാണ് എന്തെടുക്കുന്നത്, ഈ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭാഗത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ 22 ഇഞ്ച് ഒരു ഭാഗത്തേക്ക് ആകുമ്പോൾ 22 ടു 22 44 ഇഞ്ച് രണ്ട് സൈഡിലേക്കും കൂടിയിട്ട് റൗണ്ട് ചെയ്തിട്ട് വരും. പ്ലസ് 1 ഇഞ്ച് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് പ്ലീറ്റ് അല്ല, ഒരു ഫ്രില്ലായിട്ടാണ് വരുന്നത്. ഫ്രില്ല് ടോപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ 40 എടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ ഒരു വീതിയിലാണ് സംഭവം ഉണ്ടാവുക. സ്കേർട്ട് ഭാഗം ഇട്ടത് ടോപ്പിൻ്റെ താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്യട്ടെ. ലെങ്ത്ത് വന്നിട്ട് എനിക്ക് നമുക്കൊരു 26 ഇഞ്ചോളം ലെങ്ത്ത് മതി. ഫുൾ ടോട്ടൽ ലെങ്ത്ത് ആട്ടോ ഉദ്ദേശിച്ചത്. അതായത് സ്കേർട്ടും രണ്ടും കൂടിയിട്ട്, യോക്കും സ്കേർട്ടും കൂടിയിട്ട് 26 ഇഞ്ചോളം മതി. അതിൽ നിന്ന് ഞാൻ യോക്കിന് വേണ്ടിയിട്ടൊരു 8 ഇഞ്ചോളം മാറ്റി വെക്കുന്നുണ്ട്. ആ 8 ഇഞ്ചോളം മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇത് 26 പ്ലസ് 1 ഇഞ്ച് കൂട്ടിയിട്ട് 27 ഇഞ്ചിൽ ഇവിടെ നിന്ന് എടുത്താൽ മതി എനിക്ക്. ഓക്കെ, ഇതിൻ്റെ ലൈനിങ് ലൈനിങ്ങിനെ സംബന്ധിച്ച് ലൈനിങ്ങും എന്താ പറയുക, നമ്മുടെ നല്ല പീസും തമ്മിൽ 1 ഇഞ്ചിൻ്റെ ഇറക്ക വ്യത്യാസം മാത്രമാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ, വീതിയും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ മാത്രം വലുപ്പ വ്യത്യാസം. 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ വലുപ്പ വ്യത്യാസത്തിലാണ് യോക്കിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. രണ്ടും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ്. ഇങ്ങനെ ഇവിടെ സെൻറ്റർ കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളതാണ്. രണ്ട് ഭാഗവും അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് സ്കേർട്ടിൻ്റെ പാർട്ടാണ്. സ്കേർട്ടിൻ്റെ പാർട്ട് വന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു, മാറ്റി വെക്കാം. ഇത് യോക്കിൻ്റെ പാർട്ടാണ്. യോക്കിൻ്റെ പാർട്ട് അതും കട്ട് ചെയ്ത് കഴിഞ്ഞു, മാറ്റി വെക്കാം. ഇത് സ്ലീവിനായിട്ട് ക്ലോത്ത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല.
ഓക്കെ, സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് ഉണ്ട്, നമുക്ക് അതും കൂടി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലോത്ത് വേസ്റ്റ് ആക്കാതെ എടുക്കാൻ പറ്റും എത്രത്തോളം വേസ്റ്റ് ആക്കാതെ എടുക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. മോളുടെ സ്ലീവിന് ഞാനൊരു 15 ഇഞ്ചോളം കാണുന്നുണ്ട്, 15 ഇഞ്ച് മതി. ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആവും. ഞങ്ങളുടെ സ്ലീവ് കട്ട് ചെയ്യാനും സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അടുത്തിടാം. ഈ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമുലയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ ഇത്രയൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടെന്ന് കരുതി. ആർക്കെങ്കിലും ക്ലാസ് കിട്ടാത്തതുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, സ്ലീവ് ഞാനത് കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് വേറെ ഞാൻ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്ലീവായി. ഇത് യോക്കിൻ്റെ പീസാണ്, ഇത് സ്കേർട്ടിൻ്റെ പീസാണ്. ഇനി ഇതിൽ ചെറിയൊരു വർക്ക് നമുക്ക് കൊടുക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ഫ്രില്ലാണ് ഇടുന്നത്. ആ ഫ്രില്ല് ഇടുന്നുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ഒരു സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ. ഓക്കെ, ഒരു സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ. ഇവിടെ നമുക്കൊരു വർക്ക് കൊടുക്കാം. ആ വർക്ക് എന്താണെന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അല്ലേ? ലൈനിങ് സ്കേർട്ടിൻ്റെ ഭാഗം. ഈ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് ഓപ്പൺ, രണ്ട് ഭാഗം ഓപ്പൺ ആക്കിയിട്ടില്ല. ഇങ്ങനെയാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് നല്ല കേട്ടോ, വലിയവർക്കാണെങ്കിലും ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. അല്ലേ, വൺ സൈഡിലേക്ക് മാത്രമായിട്ട് ഫുൾ ഓപ്പൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല ഒരു സൈഡിൽ നമ്മുടെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഓപ്പൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം വേണ്ടത് ആ ഓപ്പൺ ഉള്ള ഭാഗത്തെ നീളം എത്ര ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഒരു 18-19 ഇഞ്ച് ഉണ്ട്. ആ നീളത്തിനനുസരിച്ച് 2 പീസ് എക്സ്ട്രാ വേറെ എടുക്കാം. സെയിം കളറിൽ തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മറിച്ച് വെച്ച് കൊടുത്താൽ മതി, പുറത്തേക്ക് കാണില്ല. ഞാനിപ്പോൾ ഇവിടെ വേറൊരു കളർ, അതായത് ഇതൊരു സാരിയാണ്, ഈ സാരിൻ്റെ മുന്താണിയിലുള്ളൊരു കളറായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. സ്കേർട്ടിൻ്റെ ഭാഗം മാറ്റി വെച്ചു. ഇതാണ് ഈ സാരിയുടെ മുന്താണിയുടെ ഭാഗം. ഓക്കെ, സത്യം പറഞ്ഞാൽ അതൊരു വേസ്റ്റ് പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 ഇഞ്ചിയുടെ വീതി, നീളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 19 ഇഞ്ച്. 20 ഇഞ്ചാലും കുഴപ്പമൊന്നുമില്ല. നീളം കൂടിക്കഴിഞ്ഞാൽ വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. വീതി കൂടിക്കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ടൊരു സുഖം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ 2 പീസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 2 പീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവനെ ഒരു മടക്ക് മടക്കുക, ശേഷം വീണ്ടും ഒരു മടക്ക് കൂടി മടക്കുക, എന്നിട്ട് ഒരു വട്ടം കൂടി മടക്കുക. കണ്ടില്ലേ? ഇത്ര വീതി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വീതി എടുക്കുക. അതല്ല ഇനിയും ഇത് കുറക്കണം, ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടക്ക് കൂടി മടക്കാം. നിങ്ങളുടെ വീതിക്കനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എന്നിട്ട് ഒരു ലൈന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട്, നിങ്ങൾക്കിത് ട്രയാങ്കിൾ രൂപത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ ആക്കാം. അതല്ല ഒരു ഓവൽ ഷേപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഈ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തു. ഇതിങ്ങനെ തുറക്കണം. ഈ ഒരു രീതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്.
ഇതേപോലെ തന്നെ ഈ പീസും കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ലൈന് ഇങ്ങനെ ഒരു ക്യാൻവാസ് എടുത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് ആ ക്യാൻവാസ് നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് ചെയ്യണതാണ് ഒന്നും കൂടി ബെറ്റർ. അതാകുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക കട്ടിയിൽ നിൽക്കും. ഞാൻ ചെയ്യാത്തപ്പോൾ നമ്മളെ ക്ലോത്ത് ഓൾറെഡി കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ക്യാൻവാസ് വേണമെന്നില്ല, നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ ക്യാൻവാസ് എടുക്കാത്തത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ക്യാൻവാസിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ ഒരു കട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്യാം, അതിനുശേഷം ഈ ക്ലോത്തിൽ വെച്ച് ക്യാൻവാസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അളവ് തെറ്റി പോവണ്ട. ഇങ്ങനെ 2 പീസ് കണ്ടല്ലേ, ഇങ്ങനെ 2 പീസ് എടുക്കുക. ഇനി ഇത് വെച്ച് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ യോക്ക് രണ്ടും അറ്റാച്ച് ചെയ്യാം.
ഇപ്പം നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗവും യോക്കിൻ്റെ ഭാഗവും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ആ യോജിപ്പിക്കുന്ന സമയത്ത് ഞാൻ സൈഡിൽ ചെയ്തത് കണ്ടില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു രണ്ട് ഭാഗം നമ്മൾ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ മൊത്തം റൗണ്ടിൽ രണ്ടും യോജിപ്പിച്ചത്, സ്കേർട്ടും യോക്കും തമ്മിൽ യോജിപ്പിച്ചത്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ സ്റ്റിച്ച് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓവർലോക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഓവർലോക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ഭാഗവും ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ സ്റ്റിച്ചിൻ്റെ ഇടയിൽ പെട്ടുപോകില്ല.
അങ്ങനെ ചെയ്യണമായിരിക്കും ബെറ്റർ. ഒരു എന്താ പറയുക, എവിടെയും പിടുത്തമില്ലാത്ത രീതിയിൽ കിട്ടും. ഓക്കെ. അതേപോലെ നമ്മുടെ ഫ്രില്ലിടുന്ന സമയത്ത്, ആ ഫ്രില്ലിടുന്ന സമയത്ത് നമുക്ക് 2-3 രീതിയിൽ ഇതിൽ ഫ്രില്ലിടാൻ പറ്റും. അതിലൊരു രീതിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനോ മെഷീനൊക്കെ ഉള്ള പോലെ, അതായത് ഇലക്ട്രോണിക് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി ഫ്രില്ലായിട്ട് തന്നെ വരും. നമ്മുടെ നോർമൽ മെഷീനിലും അങ്ങനെ വരും അതിനും അതേപോലെ തന്നെ അതിൻ്റെ ടെൻഷൻ ബാർ ടൈറ്റാക്കി കൊടുത്താൽ മാത്രം മതി, അതങ്ങനെ ഫ്രില്ലായിട്ട് വരും. പക്ഷെ അങ്ങനെ തീരെ ചെയ്യാത്തവർ ചെയ്യുമ്പോൾ ഒരു മെഷീന് താഴേക്കില്ലാണ്ട് ചിലപ്പോൾ ആയൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മെഷീനിൽ തന്നെ സ്റ്റിച്ചിൻ്റെ വലിപ്പം വലുതാക്കി, ലോങ് ഉള്ള സ്റ്റിച്ചാക്കിയിട്ട്, അതായത് 5ലോ 6ലോ ആ ബാറ് മേലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ലോങ് സ്റ്റിച്ചിൽ കിട്ടും. അങ്ങനെ ലോങ് സ്റ്റിച്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താവും, ഫ്രില്ല് വൃത്തിയായിട്ട് ഫ്രില്ലായിട്ട് ഇങ്ങോട്ട് വരും. ഇതിൻ്റെ സ്ലീവിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഇത് മാത്രം, അതായത് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളൂ. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നെ അതിൻ്റെ കരഭാഗവും തയ്ച്ചതിന് ശേഷം, കരഭാഗം തയ്ച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ആ മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 2-3 വട്ടം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കരഭാഗം മടക്കി വെക്കാൻ മറന്നു പോയി ഇതിൻ്റെ രീതിയിൽ. അപ്പോൾ കരഭാഗവും 2 ഭാഗത്തും കരഭാഗം ഇനി മടക്കി തയ്ച്ചില്ലെങ്കിലും ഇലക്ട്രിക് മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു എന്താ പറയുക, ചുരുട്ടി അടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ തയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. ആ ഒരു രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് കിട്ടിയാൽ. അപ്പോൾ ഇതും കഴിഞ്ഞു, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ പാർട്ടും കഴിഞ്ഞു. ഞാൻ 2 സൈഡിൽ വള്ളി വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, അതായത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വള്ളി ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഫ്രോക്കിന് എന്നുള്ള രീതിയിലല്ല കേട്ടോ, നമ്മുടെ ഒരു കുർത്ത ടൈപ്പാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പാൻറ് ഇടണം, എന്നാലേ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കുർത്ത ടൈപ്പാണിത്, ഫ്രോക്കല്ല. ഓക്കെ. പിന്നെ ഇതൊന്നും കൂടി ഷോർട്ടാക്കിയിട്ട്, ഇതേ സെയിം തന്നെ ഷോർട്ടാക്കിയതിന് ശേഷം പ്ലാസ പാൻറ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയിൽ കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള സൈഡിലേക്കല്ല, ഓപ്പൺ ഇതിൻ്റെ സൈഡിലേക്കുള്ള വർക്ക് വന്നിട്ടുള്ളത്, അത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഒന്നുകിൽ ഫ്രണ്ടിൽ തന്നെ സൈഡ് ഭാഗത്ത് അല്ലെങ്കിൽ സെൻറ്ററിലായിട്ട് തന്നെ നമ്മുടെ വെല്ലിവട്ടൻ്റെ ഒക്കെ നേരെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ച് കൊടുക്കുക. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ചെറിയതായിട്ട് വയറ് കണ്ടാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. തയ്യലും കഴിഞ്ഞ് ഇത് നമ്മുടെ മണവാട്ടിനെ അണിയിപ്പിച്ചിട്ട് അവിടെ ഒരു വരവുണ്ട്, രാജാവിൻ പാർവറാണിയമ്മക്കെന്നുള്ള രീതിയിൽ BGM ഇട്ടിട്ട് വരാനായിരുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ അതുണ്ടല്ലോ, സുരാജ് ഞറമൂടിൻ്റെ അതുണ്ടല്ലോ, എൻ്റെ കൈ എവിടെയുടെ 3 കൈ കൊണ്ട് വന്നതാണ്, അത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിപ്പോയി പാവം. എന്തായാലും മാഷാ അല്ലാഹ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോൾക്കൊരു ലൈക്ക് കൊടുക്കണം എല്ലാവരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.